നമസ്കാരം. ബുള്ളറ്റ് ടിപ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഹോൺ വർക്കാകുന്നില്ല. ഹോൺ നമ്മൾ നല്ല ബലത്തിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ഹോൺ വർക്കാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പാർക്ക് ലൈറ്റൊക്കെ ഇട്ട് നോക്കി. പാർക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കും. ഒരു BS3 വണ്ടിയാണ്. ഇൻഡിക്കേറ്ററൊക്കെ കത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കള്ളിൽ തന്നെ, അത് ഹെഡ്ലൈറ്റ് അടിക്കുമ്പോൾ 2 ഫ്യൂസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് പോയാലും ഇൻഡിക്കേറ്ററും അത് ഹോണും വർക്കാകത്തില്ല. അപ്പോൾ ഇതെല്ലാം വർക്കാകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഹോണിൻ്റെ ആ ലൈൻ നോക്കുമ്പോൾ അവിടെയും കറണ്ട് വരുന്നുണ്ട്. പിന്നെ വരേണ്ടത് നമ്മുടെ ഈ സ്വിച്ച് വഴി നെഗറ്റീവാണ് വരേണ്ടത്. അത് വരുന്നില്ല. അതെന്താ ഇപ്പം ഞാനിപ്പം അഴിച്ചു വെച്ചിരിക്കുകയാണ്. അതിനുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്വിച്ചിൻ്റെ 2 സ്ക്രൂ അഴിച്ച് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ക്ലാവ് ഇരുന്നിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ക്ലാവ് മാറ്റാൻ വേണ്ടി നിങ്ങളൊരിക്കലും ഇതിൻ്റെ ഉള്ളിലെ ബട്ടണോ അല്ലെങ്കിൽ മറ്റുള്ള സ്വിച്ചുകളൊന്നും അഴിക്കേണ്ട. വെറും പച്ചവെള്ളം കൊണ്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ ബാറ്ററിയിലൊക്കെ വരുന്ന ആ ഒരു ഫംഗസ് ഇല്ലേ, അതേ സെയിം തന്നെയാണ്. അതിന് സാധാരണ പച്ചവെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പടഞ്ഞു കളയുക. ഇത്ര കാര്യങ്ങളുള്ളൂ. അല്ലാണ്ട് ഈ സാധനങ്ങളൊന്നും ഊരി നമ്മൾ ചെയ്യേണ്ട. ഇതിൻ്റെ ശരിക്കും മെക്കാനിസം, ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബാറ്ററിയിലൊക്കെ വരുന്ന ഒരു ഫംഗസാണ് ഈ സ്വിച്ചിലും വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഹോൺ അടിക്കാണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് ചെറിയ ചെറിയ ടിപ്സുകളാണ്. ഇതിനു വേണ്ടി സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് അഴിക്കാൻ വേറൊന്നുമില്ല. ഇത് 2 സ്ക്രൂ ആണ്. അത് സെറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്വിച്ചിൽ തന്നെ ഒരെണ്ണമുണ്ട്. അത് സ്റ്റോപ്പറാണ്. അത് പിടിപ്പിക്കുമ്പോഴത്തേക്കും ഈ സ്റ്റോപ്പർ ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു. ഈ ഒരു ഹോള് ഈ സ്വിച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ്. പതിയെ അനക്കി കഴിഞ്ഞാൽ സ്റ്റോപ്പായി. എന്നിട്ട് അതിലേക്ക് ചെറിയ സ്ക്രൂ ഇവിടെ ബാക്കിൽ, അതുപോലെ വലിയ സ്ക്രൂ ഈ സ്വിച്ച് ഇങ്ങനെ ഹോൺ അടിക്കാതിരിക്കുമ്പോഴത്തേക്ക് ആദ്യം നോക്കേണ്ടത് താക്കർ ഓൺ ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ പാർക്ക് ലൈറ്റ് ഇത് ഉണ്ടാകുന്ന നോക്കുക. അത് ഫ്യൂസിൻ്റെ ഉണ്ടാണ്. ഇതിനകത്ത് BS3ക്ക് ഫ്രണ്ടിൽ 2 ഫ്യൂസ് ഉണ്ടാവും. ഫ്യൂസാണ് നോക്കേണ്ടത്. ഇത് ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റും തെളിഞ്ഞ് കഴിഞ്ഞിട്ടും ഹോൺ അടിക്കുന്നില്ലെങ്കിൽ ഹോണിൻ്റെ ലൈൻ നോക്കുക. ലൈൻ നോക്കിയിട്ട് അവിടെ കറണ്ട് വരുന്നില്ലെങ്കിൽ, പോസിറ്റീവിൽ കറണ്ട് ഉണ്ടാകും, നെഗറ്റീവ് കയറി ഇറങ്ങി വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു ടിപ്പാണിത്. ഈ ഹോൺ അടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം സ്വിച്ചിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഓക്കെ, ബൈ.